ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബുനാസ് ഹോം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് വെച്ച വാഴ അതിനകത്ത് 3 കൊലച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് ആ കൊലയൊക്കെ ചരിഞ്ഞു പോകാൻ സാധ്യത. അപ്പോൾ അത് നമുക്കൊന്ന് ഒരു താങ്ങ് കൊടുത്ത് നമുക്ക് കെട്ടി നിർത്താം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കുടപ്പനുണ്ട്, ഇത് കണ്ടോ. ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ തോരൻ ഉണ്ടാക്കും, പയറും പരിപ്പൊക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ ഇതൊരെണ്ണം ഒടിച്ചെടുക്കാം. ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു തേൻ പോലത്തെ ഒരു ഇത് കിട്ടും നമുക്ക് കുടിക്കാനായിട്ട്. മഴക്കാലം ആയതുകൊണ്ട് ചിലപ്പോൾ ഇല്ല, ഒന്നും ഇല്ല. നമ്മുടെ വാഴ കുലച്ച് കഴിയുമ്പോഴുണ്ടല്ലോ, ഇതേപോലെ കയറിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി ഒരു എന്താ പറയുക, 3 സൈഡിലേക്ക് വലിഞ്ഞ് നിൽക്കുന്ന രീതിക്ക് നമുക്കിതിങ്ങനെ കയറിട്ട് കെട്ടിക്കൊടുക്കണം. ഇപ്പം അത്യാവശ്യം നല്ല മഴയും കാറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചെറിയ കൊലയാണെങ്കിലും വാഴ ചരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം. ചൂളൊടിയില്ല, സ്റ്റൂള് ചരിഞ്ഞാണ് നിൽക്കുന്നത്, താഴെ വീണാലും കുഴപ്പമൊന്നുമില്ല ആയിട്ടോ. കറക്റ്റ് അങ്ങനെ ഒരു സൈഡിലേക്കുള്ള നമ്മുടെ കയർ വലിച്ച് കെട്ടണത് ലോക്കായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് 3 സൈഡിലേക്കും കെട്ടാനായിട്ടുള്ള രീതിയിലേക്ക് സെറ്റാവും കേട്ടോ. അങ്ങനെ നമ്മളിത് വാഴക്ക് കയറൊക്കെ ഇട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ വാഴക്കൂമ്പ് കൊണ്ടൊരു തോരൻ. ഇനി നമുക്കതങ്ങ് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ പുറത്ത് കണ്ട കുടപ്പന ഞാൻ അകത്തേക്ക് എടുത്തു. ചെറിയ ചെറിയ കഷ്ണങ്ങളല്ല, കുനുകുന അരിഞ്ഞെടുത്തു. ഇനി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, കുറച്ച് ഉപ്പിടണം, കുറച്ച് മഞ്ഞപ്പൊടി ഇടണം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് തിരുമ്മി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു നാരും പിന്നെ ഇതിൻ്റെ ഒരു ചറയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിരുമ്മി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോകും. പിന്നെ നമുക്കതിങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി സംഭവം. ഇനി ഇതിന് ശേഷം ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നേരെ ഒരു മിക്സിയുടെ ജാറിങ്ങനെ എടുക്കാം. അതിനകത്ത് കുറച്ച് സാധനങ്ങൾ നമുക്ക് ചതച്ചെടുക്കാനുണ്ട്. കുറച്ച് പച്ചമുളക് എടുക്കാം, കുറച്ച് ഉള്ളി, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി. ഈ സംഭവങ്ങൾ ഇട്ടിട്ട് അതിനകത്തേക്ക് നമുക്ക് തേങ്ങ ചിരകി എടുത്തത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത്, പിന്നെ അതിനകത്ത് കുറച്ച് നല്ല ജീരകവും കൂടി ഇട്ട് ഒന്ന് എന്താ പറയുന്ന അരയേണ്ട ഇതില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായി കിട്ടിയാൽ മതി സംഭവം. അപ്പോഴത്തേക്കും നമ്മുടെ മറ്റേ തോരൻ ഇത് അപ്പുറത്തിരിപ്പുണ്ടായിരുന്നില്ലേ, അത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഞാൻ അതൊന്ന് നല്ലപോലെ പിഴിഞ്ഞൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്ത് ഒരു 4 വറ്റൽമുളക്, അത് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇടാം. ഇനി അതൊന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുടപ്പനില്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുടപ്പൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ആദ്യം അതൊന്ന് മിക്സ് ചെയ്യണം. ആ വറ്റൽമുളകും കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുറച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ ആ കുടപ്പൻ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി അത് വെന്ത് കിട്ടിയതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കേണ്ടത്. പിന്നെ എവിടെയോ ഇച്ചിരി ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക്. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ ചതച്ച് വെച്ച സാധനം ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ചതച്ച് വെച്ചതിന് ശരിക്കും നല്ലൊരു മണം വരും. കാരണം ആ ജീരകത്തിൻ്റെയും ആ തേങ്ങയും മഞ്ഞപ്പൊടിയും പിന്നെ ആ മിക്സും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അറിയാമല്ലോ നിങ്ങൾക്ക്, നല്ലൊരു മണം ഉണ്ടാകും അതിൽ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ നമുക്കിത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന കുറച്ച് പരിപ്പ് വേവിച്ചത്, വെറുതെ മഞ്ഞപ്പൊടി ഇതിട്ട് വേവിച്ചാണ്. ആ പരിപ്പ് കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് പരിപ്പ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുടപ്പനും പരിപ്പും കൂടി ചേർത്തിട്ടുള്ള ഒരു തോരൻ സിമ്പിളായിട്ട് റെഡിയായി. പക്ഷേ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ തന്നെയുള്ള ആ സ്മെല്ലിന് എനിക്ക് കൊതി കൊണ്ടിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. കണ്ടോ ആ സംഭവം, നല്ല അടിപൊളിയായിട്ടുണ്ട്. ചോറൊക്കെ ഇപ്പോൾ ചൂടോടുകൂടി കിട്ടിയ ഈ കറിയും കൂടി കൂട്ടി നമ്മളങ്ങായിരുന്ന ഒരു പിടുത്തം അങ്ങ് പിടിക്കും. നമ്മളീ പുറത്തൊക്കെ പോകുമ്പോൾ കുടപ്പം കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണം, അങ്ങ് മേടിച്ചേക്കണം. ഇനി അഥവാ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ പറ്റില്ല, നമ്മൾ ആരെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെയാണ് പോകുമ്പോഴാണ് ഇത് കാണണമെങ്കിൽ ചോദിച്ച് മേടിച്ചോളണം. അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാലുണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.